ഇന്ന് കടുക്കാണ് കേട്ടോ നോമ്പിന് പത്തിരിക്കൊക്കെ കറി ഉണ്ടാക്കുന്നത്. കാരണം നോമ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഫുള്ള് ഒന്നുകിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും ചെയ്യും. പക്ഷെ എന്നാലും ആ ഒരു ചിക്കനും ബീഫും ഒന്നും അതിൽ പീസ് ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ചാറായാൽ മതി കേട്ടോ, ഒരു ചോയുള്ളൊരു ചാറായാൽ മതി. അപ്പോൾ അത് കൂട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്, ഒരു പത്തിരി ഒന്നും ഇറങ്ങാത്ത പോലെ തോന്നും. അപ്പോൾ എന്തായാലും വേണ്ടി ഇത്രയും ദിവസമായില്ല. അപ്പോൾ കടുക്ക കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അത് പല സ്ഥലത്തും കല്ലുമക്കായി എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ പറയൽ കടുക്കാന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ പാലേരിലേക്കും കല്ലുമക്കായി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ കറി വെക്കാം അല്ലെങ്കിൽ നറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നറക്കാനായിട്ട് ചെറിയ കടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കറി വെക്കാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിക്കനും ബീഫ് ഒഴിവാക്കും ചെയ്യാം, അത് കറി പത്തിരിക്ക് ഇത് കൂട്ടും ചെയ്യാമല്ലോ. കടുക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. എനിക്ക് നല്ല പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഞങ്ങൾ വീട് മാറിയൊരു സമയമായിരുന്നു. അപ്പോൾ എന്നെ ഒപ്പാണ് സ്കൂളിൽ കൂട്ടാൻ വരാം കേട്ടോ. കാരണം അന്ന് പിന്നെ ടൗണിലായിരുന്നു, കോഴിക്കോട് ടൗണിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പെരുമണ്ണ പുത്തുമണ്ണാണ്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ 1 മണിക്കൂറാണ്. അന്നൊന്നും അങ്ങനെ ബസ്സും കാര്യങ്ങളൊന്നുമില്ല, ആകെ 1-2 ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പാണ് എന്നെ അധികം, ഗൾഫിൽ നിന്ന് വന്നാൽ ഉപ്പാണ് എന്നെ അധികം കൂട്ടാൻ വരില്ല. അപ്പോൾ ഇപ്പം എന്താക്കും, അവിടെ സിറ്റി സ്റ്റാൻഡിലൊരു ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ കയറിയിട്ട് നല്ല വലിയ കല്ലുമൊക്കെ കടുക്ക നിറച്ചതും ചായയും വാങ്ങി തരും. ഇന്നും എൻ്റെ നാവിലായി ഒരു ടേസ്റ്റ് ഉണ്ട് ഇത്രയും കാലങ്ങളായിട്ടും. അപ്പോൾ അന്ന് മുതൽ കടുക്കനോട് തുടങ്ങിയൊരു ഇഷ്ടമാണ് കേട്ടോ. ഉപ്പക്കും നന്നായിട്ട് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കടുക്ക കണ്ടാലും ഇപ്പോൾ വാങ്ങിക്കൊണ്ട് തരും. എനിക്ക് ഈ ഒരു കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഒരു കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ, ഒരു വസ്തു അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കടുക്ക നന്നാക്കലും അത് നറക്കാനൊക്കെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ കടുക്കൊക്കെ നന്നാക്കൽ വേഗം ഞാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പച്ചക്ക് തന്നെയാണ് ഉരിക്കുക, അല്ലാതെ വേവിച്ചിട്ടൊന്നുമല്ല. കാരണം വേവിക്കുമ്പോൾ പിന്നെ കുറച്ച് ആ ഒരു പിന്നെ അതൊന്ന് ചുരുങ്ങി പോണ പോലാണല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം കടുക്കുണ്ടാവും, കറി വെച്ചാലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പണിയൊന്നും എനിക്ക് കല്യാണത്തിൻ്റെ മുന്നേ ആകെ അറിയുന്നൊരു പണിയാണ് കേട്ടോ, കടുക്ക വൃത്തിയാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കും കേട്ടോ, നല്ല കടുക്ക മാങ്ങ കട്ട് നല്ല ടേസ്റ്റാണ്. എത്രയായാലും നമുക്ക് നമ്മളെ അമ്മമാർ വെക്കുന്നത് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ. ഇത് കറി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഉമ്മാർ വെക്കുന്ന കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചിക്കൻ ബോക്സ് ഉള്ള ടൈമിലാട്ടോ ഉമ്മ ഈ ഒരു കടുക്കൻ്റെ ഒരു കറി വെച്ചിന്. അപ്പോൾ ഉമ്മൻ്റെ കസിൻ്റെ വൈഫ് ഉമ്മനെ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ തറവാട് അവിടെ അടുത്താണ്. അപ്പോൾ അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഉമ്മനെ കാണാൻ വരണമെന്ന് പറയും, സെക്കീനാണ് കേട്ടോ പേര്. അപ്പോൾ മാമിന്നാണ് ഞങ്ങളെ വിളിക്കുക. അപ്പോൾ മാമി പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ചിക്കൻ ബോക്സ് ആണ് ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, അങ്ങനെ പകരാന്നുണ്ടെങ്കിൽ അങ്ങനെ പകർത്താൻ. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എനിക്ക് അങ്ങനെ അസുഖത്തിന് പറ്റില്ല, നമ്മൾ കാണാനായിട്ട് വരുന്നതാണല്ലോ. അങ്ങനെ ഉച്ച ഒരു ചോറിൻ്റെ ടൈമിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ചോറും പിന്നെ ഇങ്ങനത്തെ ഈ ഒരു കടുക്ക കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ആൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇവരോട്. അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കൂട്ടി കഴിഞ്ഞ് പോയി. പിന്നെ അവിടുന്ന് 2-3 മാസം കഴിഞ്ഞിട്ട് മാമി മരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മരിച്ചു കേട്ടോ, അത്ര ഏജൊന്നും ആയിട്ടൊന്നുമില്ല, ഒരു പനി വന്ന് മരിച്ചതാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു കടുക്കൻ്റെ കറി, കടുക്കൻ്റെ ഒക്കെ വെക്കുമ്പോഴൊന്നും എനിക്ക് എൻ്റെ ഒപ്പനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ